നമസ്കാരം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോട് അടുക്കുകയാണ്. തീരത്തിന് 25 കിലോമീറ്റർ അകലെ വെച്ച് കാറ്റ് ദുർബലമാകും എന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ സൂചനകൾ. നാളെ 5 ജില്ലകളിൽ ശക്തമായ കാറ്റ് വീശും. 5 ജില്ലകളിലും പുതുച്ചേരി, കാരക്കൽ മേഖലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് 54 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ ആന്ധ്ര, തമിഴ്നാട് സർക്കാരുകൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് നൽകും. മനേഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ കാറ്റിന്റെ കേന്ദ്രഭാഗം തീരത്തേക്ക് എത്തില്ല, അത് കടലിൽ തന്നെ തുടരും. അതുകൊണ്ട് നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ ഒരു 60-80 കിലോമീറ്റർ വേഗത്തിൽ തീരത്ത് കാറ്റടിക്കുമെന്നൊരു ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. അത്രയും ആശങ്ക വേണ്ട, കുറച്ച് ജാഗ്രതയോടെ ഇരുന്നാൽ മതി എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്, അതായത് വടക്കൻ തമിഴ്നാടിൻ്റെ തീരങ്ങൾ, പുതുച്ചേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ കാറ്റെത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പാണ് വളരെ സുപ്രധാനമായൊരു തീരുമാനം ചെന്നൈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറായിട്ടുള്ള അമുദ പറയുന്നത്. അവർ പറയുന്നത് തീരത്തു നിന്നും 25 കിലോമീറ്റർ അകലെ വരെ മാത്രമാണ് കാറ്റെത്തുക. അതിൻ്റെ മധ്യഭാഗം കടലിൽ തന്നെ തുടരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ 60 മുതൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കര തൊടും എന്നുള്ളൊരു ആശങ്ക നിലവിലില്ല. പക്ഷേ 5 ജില്ലകളിൽ, ചെന്നൈ ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ നാളെ ഏകദേശം പകൽ സമയങ്ങളിൽ മുഴുവനായും ഒരു ഏകദേശം വൈകുന്നേരം സമയം വരെ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാനുള്ള ഒരു സാധ്യത, അതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ 5 ജില്ലകളിലുള്ള ആളുകൾ എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം. നേരത്തെ നടത്തിയിരുന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം, അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം തന്നെ തുടരണം. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം തന്നെ എന്തായാലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. എന്തായാലും കര തൊടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. 25 കിലോമീറ്റർ അകലെ വരെ മാത്രമാണ് കാറ്റെത്തുക. പക്ഷേ അതിൻ്റെ മധ്യഭാഗം അവിടെ തന്നെ തുടരും. പിന്നീട് അത് ദുർബലമാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നാഗപട്ടണം പോലുള്ള മേഖലകൾ, കാരക്കൽ, നാഗപട്ടണം, അതുപോലെ തന്നെ രാമനാഥപുരം പോലുള്ള മേഖലകളിൽ അതീവ ശക്തിയായ കാറ്റ് ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല കടൽക്ഷോഭവും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ, അതായത് കരയിൽ നിർത്തിയിട്ടിരുന്ന ബോട്ടുകൾക്കെല്ലാം തന്നെ നാശം സംഭവിച്ചിട്ടുണ്ട്. കാർഷിക വിളകൾ നശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിലുണ്ട്. ഇന്നിപ്പോൾ 5 ജില്ലകളിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഇനിയും പിൻവലിച്ചിട്ടില്ല. ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. അപ്പോൾ രാത്രി മുഴുവനും ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ അലർട്ടുകൾ എന്തായാലും തുടരുന്ന ഒരു നിലയുമുണ്ട്. പുതുച്ചേരിയിലേക്ക് പോയാൽ പുതുച്ചേരിയിൽ റെഡ് അലർട്ട്, പുതുച്ചേരിയിലും കാരക്കലിലും റെഡ് അലർട്ട് തുടരുന്നു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുതുച്ചേരിയിലുമുണ്ട്. ആന്ധ്രയിലാണെങ്കിലും രായലസീമയിലാണെങ്കിലും ഒക്കെ സമാനമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ കര കടക്കില്ല എന്നുള്ള ഒരു കാര്യം വന്നതുകൊണ്ടല്ലേ ആന്ധ്രയിലും രായലസീമയിലേക്കുമൊക്കെ കാറ്റിൻ്റെ പ്രഭാവം എത്തുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയിപ്പോൾ വരേണ്ടതുണ്ട്. എന്തായാലും തമിഴ്നാട് തീരത്തേക്ക് 80 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റടിക്കും എന്നുള്ളതാണ്. അത് തമിഴ്നാട്, ചെന്നൈ ഉൾപ്പെടെ, ചെന്നൈ, ചെങ്കൽപ്പേട്ട് തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ ആ കാറ്റിൻ്റെ പ്രഭാവം ഉണ്ടാവുക. മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് മനീഷ് സംസാരിക്കുമ്പോൾ മഴയുടെ ഒരു ഇരമ്പം കേൾക്കുന്നുണ്ട്. കാര്യമായി മഴ പെയ്യുന്നുണ്ട് രാവിലെ മുതൽ അല്ലേ ചെന്നൈയിൽ പലയിടത്തും? വിജയകുമാർ, രാവിലെ മുതൽ ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഏകദേശം 3 മണിക്ക് ശേഷമാണ് ചെന്നൈയിൽ മഴ തുടങ്ങുന്നത്. അത് ഇനിയും വിട്ടിട്ടില്ല. ശക്തമായ മഴ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിർത്താതെയുള്ള മഴ പെയ്യുന്നുണ്ട്. അത് ശക്തിയുള്ളതല്ല. പക്ഷേ മഴ കൃത്യമായി തന്നെ 3 മണി മുതൽ ഇപ്പോഴും ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനൊപ്പം തന്നെ കാറ്റിൻ്റെ ഒരു വേഗം, അത് നമ്മൾ നേരത്തെ പട്ടണപ്പാക്കത്തും അതുപോലെ തന്നെ മറീന ബീച്ചിനുമൊക്കെ പോയ സമയത്ത് നമ്മൾ അനുഭവിച്ചതാണ്. ആ രീതിയിലുള്ള ശക്തമായ കാറ്റ് ഇപ്പോൾ തന്നെ വീശുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമായി ഒരു 80 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ കടലോര മേഖലയിലുള്ള ആളുകൾ, അവിടെയുള്ള ഈ പറഞ്ഞ കടകൾ, ഈ ബീച്ചുകളിലുള്ള കടകൾ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഒരു പക്ഷേ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ രീതിയിൽ കൂടി ഇനിയിപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 80 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ്, കാരണം അത് സെൻട്രൽ പകുതി, മധ്യപകുതി എന്ന് പറയുന്ന നമ്മുടെ ഈ കാറ്റിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത് കടലിൽ തന്നെ തുടരും എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള വലിയ തോതിൽ കാറ്റടിച്ച് കയറും എന്നുള്ളൊരു ആശങ്കയില്ല. പക്ഷേ
കാറ്റ് വീശാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 14 NDRF സംഘങ്ങളെ ഇതിനകം തന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും. SDRF സംഘങ്ങൾ എല്ലാ ജില്ലകളിലും സജ്ജരായി നിൽക്കുന്നു. ആ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാൻ സജ്ജമാണ് തമിഴ്നാട് എന്നുള്ളത് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുതുച്ചേരിയും സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ പുലർച്ചെ കരതൊടും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും അതിപ്പോൾ കരതൊടില്ല എന്നുള്ളൊരു വളരെ സുപ്രധാനമായ ഒരു വിവരം വരുന്നുണ്ട്. അത് 25 കിലോമീറ്റർ ദൂരെ വരെ മാത്രമേ വരികയുള്ളൂ എന്നും പറയുന്നു. ശ്രീലങ്കയിൽ രൂക്ഷമായ പ്രതിസന്ധി തുടരുകയാണ് വിജയകുമാർ. അതായത് ഇപ്പോൾ 130-ലേറെ മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 150-ലധികം ആളുകളെ കാണുന്നില്ല. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിൽ 80 NDRF സേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ INS കപ്പലുകൾ അവിടെ എത്തിയിരുന്നു. റിലീഫ് പ്രവർത്തനങ്ങൾ മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിലേക്ക് കൂടി അവർ കടന്നിട്ടുണ്ട്. 2 ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലും അവിടെയുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം 20 ജില്ലകൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് പലയിടങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ആ രീതിയിലാണ് ഈ പറഞ്ഞ ടിറ്റുവ ചുഴലിക്കാറ്റ് അവിടെ നിന്നും ഈ തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊർജിതമായി നടത്തിയിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ നിലവിൽ കാറ്റ് കര തൊടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിജയകുമാർ. ശ്രീലങ്കയിൽ ഏതാണ്ട് 130 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 100 കണക്കിന് ആളുകളെ കാണാനില്ല എന്ന വിവരവും വരുന്നുണ്ട്. അവിടെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മനേഷ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നാളെയൊക്കെ കഴിയുമ്പോഴായിരിക്കും ശ്രീലങ്കയിലെ യഥാർത്ഥ നാശനഷ്ടം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നത്. അതേസമയം ടിറ്റുവ ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിക്കില്ലെങ്കിലും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അലക്സ് ഷാ മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, നമ്മളുടെ കടലിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ ഈ കാറ്റ് കടന്നു പോകുന്നുണ്ട്. ഏതു തരത്തിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്? ഈ 5 ജില്ലകളിലെ യെല്ലോ അലേർട്ടിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമോ? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? വിജയകുമാർ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ശ്രീലങ്കയ്ക്കും മുകളിലായാണ് നിലവിൽ ഈ ടിറ്റ്വ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത്. അത് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നാളെ രാവിലെയോടെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപമുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിൻ്റെ ട്രാക്ക് പ്രവചിച്ച് പറയുന്നുണ്ട്. ബംഗാൾ ഉൾക്കടൽ വഴി അത് വടക്കു പടിഞ്ഞാറ് ദിശയിൽ പിന്നീട് സഞ്ചരിച്ച് ഈ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തിൽ നിന്ന് കുറഞ്ഞത് യഥാക്രമം, അതായത് ഇന്ന് അർദ്ധരാത്രിയോടെ തമിഴ്നാട് തീരത്തിന് 60 കിലോമീറ്റർ അകലെ വരെയും നാളെ രാവിലെയോടെ അത് 50 കിലോമീറ്റർ അകലെ വരെയും നാളെ വൈകുന്നേരത്തോടുകൂടി തമിഴ്നാട് തീരത്തിന് ഏറെക്കുറെ 20 കിലോമീറ്റർ സമീപത്തോടു കൂടിയും ഈ ചുഴലിക്കാറ്റ് കടന്നു പോകുമെന്നുള്ളതാണ്. നിലവിൽ ഇത് കരയിൽ പ്രവേശിക്കും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നില്ല. പക്ഷേ ഇത് തമിഴ്നാട് തീരത്തിന് സമീപം കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്ര തീരത്ത് ഈ റെഡ് മെസ്സേജ്, ഈ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിൻ്റെ 3ാം ഘട്ട മെസ്സേജായ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും ആ മേഖലയിൽ കനത്ത മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ ടിറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷേ ഈ ചുഴലിക്കാറ്റ് പ്രഭാവം സംസ്ഥാനത്തുണ്ടാകും. അതുകാരണം സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലായിരിക്കും ഒരുപക്ഷെ മഴയും കാറ്റും കൂടുതലായി ലഭിക്കാൻ സാധ്യത. ആ മേഖലയിൽ കൂടുതൽ ജാഗ്രത തുടരണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെയോ അതല്ല എങ്കിൽ 65 കിലോമീറ്റർ വരെയോ വേഗത്തിൽ കാറ്റ് വീശിയടിച്ചേക്കാനുള്ള സാധ്യത കേരള തീരത്തുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്തുണ്ട്, അതായത് കന്യാകുമാരി തീരത്തടക്കം അത് നിലനിൽക്കുന്നുണ്ട്. അതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഈ ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഈ മേഖലയിൽ പോകാൻ പാടില്ല എന്ന് കർശനമായി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. വിജയകുമാർ. ഒരു വിവരമുള്ളത് വേളാങ്കണ്ണി, പുതുച്ചേരി, നാഗൂർ, ചെന്നൈ തുടങ്ങിയ തമിഴ്നാട് തീരദേശ മേഖലകളിലേക്ക് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണം എന്നൊരു വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അവിടെ ഈ പറയുന്ന കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം മുന്നറിയിപ്പുകൾ നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക എന്നൊരു വിവരം കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ ഏതാണ്ട് 30 സെന്റിമീറ്ററൊക്കെ മഴ
പെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ചുരുങ്ങിയ മണിക്കൂറുകളിൽ 30 സെന്റിമീറ്ററൊക്കെ മഴ പെയ്ത ചില മേഖലകളുണ്ട് ശ്രീലങ്കയിൽ. അതൊക്കെ ആ മേഖലയിൽ വലിയ പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേരളത്തിൽ വലിയ മുന്നൊരുക്കങ്ങളുടെ ആവശ്യമില്ല. അതിൻ്റെ പ്രഭാവം ഒരു പക്ഷേ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പോലെ ചെറിയ മഴയിൽ ഒതുങ്ങാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. മറ്റ് അപകടങ്ങളിലേക്ക് പോകില്ല. തമിഴ്നാട്ടിലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതിൻ്റെ പൂർണ്ണഭാഗം കരയിലേക്ക് എത്തില്ല. എന്നാൽ കാറ്റും മഴയും അവിടെ ഉണ്ടാകും. നമ്മൾ ശ്രീലങ്കയിലെ സാഹചര്യം കുറച്ചുകൂടി ഗൗരവത്തിൽ നോക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം തൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിലും പ്രളയത്തിലും ഭൂചലനത്തിലും അവിടെ ഏതാണ്ട് 130-ലധികം പേർ മരിച്ചു എന്നാണ് കണക്ക്. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയുടെ നാവികസേന കപ്പലുകളും വ്യോമസേന വിമാനവും ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിലെ 25 ജില്ലകളിൽ 20ഇടത്തും ചുഴലിക്കാറ്റ് നാശം വിതച്ചു. തലസ്ഥാനമായ കൊളംബോ പ്രളയത്തിൽ ദുരന്തഭൂമിയായി മാറി. കെലാനി ഉൾപ്പെടെയുള്ള നിരവധി നദികൾ കരകവിഞ്ഞൊഴുകിയത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് 300 മില്ലിമീറ്റർ മഴയാണ് ശ്രീലങ്കയിൽ പെയ്തത്. വീടുകളും വാഹനങ്ങളും റോഡുകളും കൃഷിയിടങ്ങളും പ്രളയത്തിൽ ഒഴുകിപ്പോയി. 170-ലധികം ആളുകളെ കാണാതായെന്നാണ് റിപ്പോർട്ട്. നാശനഷ്ടങ്ങൾ ഇനിയും ഏറുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വലിയ വനസമ്പത്തും കൃഷിയുമുള്ള ശ്രീലങ്കയിൽ നാശനഷ്ടങ്ങൾ ഇപ്പോഴും കൃത്യമായി കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും പ്രളയം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനങ്ങളും നാവികസേന കപ്പലുകളും എത്തി. ഓപ്പറേഷൻ സാഗർബന്ധു എന്ന് പേരിട്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി 27 ടൺ സാധനങ്ങളാണ് ഇന്ത്യ ശ്രീലങ്കയിൽ എത്തിച്ചത്. അവശ്യ സാധനങ്ങൾ കൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 80 NDRF സേനാംഗങ്ങളെയും ഇന്ത്യ വിട്ടു നൽകി. അപകട വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനമറിയിച്ച് രംഗത്തെത്തിയിരുന്നു. സഹായം നൽകിയ ഇന്ത്യക്ക് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെരാത്ത് നന്ദി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇനി നമ്മൾ ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി കടക്കുകയാണ്. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെ നിർണായക നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അതിജീവിതയ്ക്കെതിരെ സീൽഡ് കവറിൽ ചില രേഖകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ വീട്ടിൽ നിന്ന് വിവാഹത്തിന് സമ്മതം ലഭിക്കാൻ വേണ്ടിയാണ് ഗർഭം ധരിച്ചതെന്ന് പെൺകുട്ടി പോലീസിന് നൽകിയ നിർണായക മൊഴിയിൽ പറയുന്നു. രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നാരോപിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. യുവതിക്കെതിരെ തെളിവെന്ന് ചൂണ്ടിക്കാട്ടി സീൽഡ് കവറിൽ ചില രേഖകൾ രാഹുൽ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖ, പരാതി നൽകാൻ മറ്റൊരാൾ യുവതിയെ സമ്മർദ്ദപ്പെടുത്തുന്നതിന്റെ രേഖകൾ എന്നിവയാണ് കൈമാറിയതെന്നാണ് വിവരം. എന്നാൽ രാഹുലിനെതിരെ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിൽ രാഹുലിന് കുരുക്കാകുന്ന പല കാര്യങ്ങളുമുണ്ട്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഡിവോഴ്സ് ആയതിനാൽ രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്നും വിശ്വസിപ്പിച്ചു. ഗർഭം ധരിച്ചത് അതിനാലാണെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷം 5 മാസം കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ടതെന്നും പെൺകുട്ടി മൊഴി നൽകി. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു. വഞ്ചിയൂരിലുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട ശേഷമാണ് ഒളിവിൽ പോയത്. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന പരാതിയിലൂടെ പുറത്തുവന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുള്ള വീക്ഷണ മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം. പാർട്ടി മുഖപത്രത്തിൽ അത്തരമൊരു ലേഖനം വരാൻ പാടില്ലായിരുന്നു എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. എഡിറ്റോറിയൽ എഴുതിയവരോട് ചോദിക്കണമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. എഡിറ്റോറിയലിന് ജാഗ്രത കുറവുണ്ടായി എന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് സമ്മതിച്ചു. പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതോടെയാണ് പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച എഡിറ്റോറിയലിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് സമ്മതിച്ചു. എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയെന്നും ജെയ്സൺ ജോസഫ്. പാർട്ടിയുടെ നിലപാടിനെതിരെയാണ് ലേഖനമെന്നും തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടിയുടെ തീരുമാനത്തിനും നയത്തിനും യോജിച്ചതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വീക്ഷണം എഡിറ്റോറിയലിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എഴുതിയവരോട് ചോദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. രാഹുലിനെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ലെന്നും എല്ലാ സ്ത്രീകൾക്കും മാനമുണ്ടെന്നും K മുരളീധരനും പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനൊന്നും
പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നായിരുന്നു വീക്ഷണം മുഖപ്രസംഗത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ CPM വിമർശനങ്ങളെ മുകേഷ് MLA-ക്കെതിരായ ആരോപണം ഉയർത്തി പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പാർട്ടിയുടെ നയമെന്നും മുകേഷിനെ ന്യായീകരിച്ചവർക്ക് ധാർമ്മികത ഉപദേശിക്കാൻ അധികാരമില്ല എന്നും K. മുരളീധരൻ പറഞ്ഞു. മുകേഷിനെതിരെ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുകേഷിനെതിരെ പരാതി വന്നപ്പോൾ അന്വേഷണം നടന്നിട്ടുണ്ട് എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. എൻ്റെ മുകേഷിനെന്താ പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതും ഉണ്ടോ? രണ്ടും ചെയ്ത പ്രവൃത്തി ഒന്നു തന്നെയാണ്. രണ്ടും സ്ത്രീകളുടെ മേലെയുള്ള കളി ആര് കളിച്ചാലും ശരിയല്ല. അത് മുകേഷാണെങ്കിലും മാങ്കൂട്ടാണെങ്കിലും. പാർട്ടി എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു. അപ്പുറത്ത് മുകേഷിന്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക. പാർട്ടിയെ സസ്പെൻഡ് ചെയ്തോ, നടപടിയെടുത്തോ? സിനിമയുടെ രംഗവും വേറെയാണ്. ഇപ്പോൾ എന്തിനാണ് ആ വാദം ഉന്നയിക്കുന്നത്? എന്തിനാ ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ പുറപ്പെടുന്നത്? ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ അതിന്റെ വഴിക്ക് പോയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ BJP CPM ഗൂഢാലോചന എന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലെ ആരോപണം തള്ളി BJP CPM നേതാക്കൾ. BJP അനാവശ്യമായാണ് വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോൺഗ്രസിന്റെ മൂല്യത്തകർച്ചയാണ് രാഹുൽ വിഷയത്തിൽ പ്രകടമാകുന്നതെന്ന് CPM നേതാവ് EP ജയരാജനും പ്രതികരിച്ചു. പരാതിക്കാരിയുടെ BJP ബന്ധം ചൂണ്ടിക്കാട്ടി BJP CPIM ഗൂഢാലോചന എന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചത്. എന്നാൽ ആരോപണം ശ്രദ്ധ തിരിക്കാനെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിജീവിതയ്ക്ക് BJP ബന്ധമില്ലെന്ന് C. കൃഷ്ണകുമാറും പ്രതികരിച്ചു. ഇതെങ്ങനെയാണ് BJP CPM-ന്റെ ഗൂഢാലോചന? ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ഇവര് വിചാരിക്കുന്ന എന്താണ്? ജനങ്ങളെല്ലാവരും പൊട്ടന്മാരാണെന്നോ? ഇപ്പോൾ ദുർബലമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമൊന്നും രാഹുൽ നടത്തേണ്ട. BJP CPIM രാഷ്ട്രീയം പറഞ്ഞ് ക്രൈമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് CPM നേതാവ് NN കൃഷ്ണദാസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ലെന്ന് CPIM നേതാവ് EP ജയരാജൻ വിമർശിച്ചു. രാഷ്ട്രീയം പറഞ്ഞ് ഒരു ക്രൈമിനെ മറച്ചുവെക്കാൻ ആർക്കെങ്കിലും സാധിക്കൂ? അധപ്പതിച്ച ഒരു നിലപാടാണ്. എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസിൽ ഇത്രമാത്രം തകർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണത്. വിവാദങ്ങൾക്കിടെ രാഹുലിന്റെ ഔദ്യോഗിക വാഹനം ഇന്ന് MLA ഓഫീസിൽ നിന്ന് മാറ്റി. രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തിയ ശേഷം മതി പ്രതിഷേധമെന്ന നിലപാടിലാണ് യുവജന സംഘടനകൾ. 24 പാലക്കാട്. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ നടപടി ശക്തമാക്കി പാർട്ടികൾ. ആലപ്പുഴയിൽ CPI-യും പത്തനംതിട്ടയിൽ CPIM-ഉം വിമതരെ പുറത്താക്കി. പാലക്കാട് ജില്ലയിലെ 5 പ്രവർത്തകരെ കോൺഗ്രസും പുറത്താക്കി. ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ നഗരസഭയിലെ CPM സ്ഥാനാർത്ഥി VK നിഷാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി നിൽക്കുന്നവരോട് പലതവണ അനുനയ ചർച്ച നടത്തിയിട്ടും ഫലമില്ലാതായതോടെയാണ് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാർട്ടികൾ നടപടികളിലേക്ക് കടന്നത്. ആലപ്പുഴ ജില്ലയിലെ വിമതർക്കെതിരെയാണ് CPIM നടപടി സ്വീകരിച്ചത്. അരൂർ നഗരസഭ 24-ാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി സുമാ നരേന്ദ്രൻ, 22-ാം വാർഡിലെ വിമത സ്ഥാനാർത്ഥിയായ ബീന ബാബു എന്നിവരെയാണ് CPIM പുറത്താക്കിയത്. CPIM ജില്ലാ ഏരിയ നേതൃത്വങ്ങൾ ഇടപെട്ടിട്ടും ഇരുവരും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം തെക്ക് 3-ാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി KP അശോകനെയാണ് CPI ഇന്ന് പുറത്താക്കിയത്. അശോകന് പിന്തുണ നൽകുന്ന മണ്ഡലം കമ്മിറ്റി അംഗം CS രാധാകൃഷ്ണനെയും CPI പുറത്താക്കി. അതിനിടെ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥിയും DYFI നേതാവുമായ VK നിഷാദ് ഹൈക്കോടതിയെ സമീപിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് VK നിഷാദ്. ഹർജിയിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഡിസംബർ 8-നകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. കേസിൽ വിവിധ വകുപ്പുകളിലായി 20 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് നിഷാദിന് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ന്യൂസ് ബ്യൂറോ 24. കൊല്ലം ചിതറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്ക് വധഭീഷണി എന്ന് പരാതി. ചിതറ പഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാലിനിക്കാണ് ഭീഷണി. CPM ഭീഷണിപ്പെടുത്തി എന്നാണ് ആരോപണം. CPM സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാൽ കറുത്ത ഒരു ഇന്നോവ കാറ് വന്ന് വീട്ടിന് മുന്നിൽ നിൽക്കും, നിങ്ങളെ വെട്ടി കൊലപ്പെടുത്തും,
TP ചന്ദ്രശേഖരന്റെ കാര്യം അറിയാമല്ലോ. അതുപോലെ നിങ്ങൾ ആ CPMകാരിക്ക് എതിരായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അത് മാറിക്കൊടുക്കുന്നതാണ് നല്ലത്. സലീം മാലിക് വിവരങ്ങൾ നൽകും കൊട്ടാരക്കരയിൽ നിന്ന്. സലീമ, ഈ മാലിന്യ ഭീഷണിപ്പെടുത്തിയത് ഏത് CPM നേതാവാണ്? പോലീസ് പരാതി സ്വീകരിക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? വിജയകുമാർ, ഈ മാലിനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി IMOയിലും അല്ലാതെയും നിരവധി ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഈ മാലിനിക്ക് പരിചയമുള്ളവരെ കൊണ്ടുകൂടി വിളിപ്പിച്ചതിന് ശേഷം ഈ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് CPM പ്രവർത്തകർ അവലംബിക്കുന്നത് എന്നുള്ളതാണ് മാലിനി പറയുന്നത്. വീട്ടിൽ ഇന്നോവ വരും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, മാഷാ അല്ലാ എന്നും ഇന്നോവ എന്നും സെർച്ച് ചെയ്താൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇന്നോവ വീട്ടിൽ വരേണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന ഉപദേശ രൂപേണ ഈ അടുപ്പക്കാരെ കൊണ്ട് പറയിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല IMOയിൽ അതല്ലാതെ ഭീഷണി കോളുകൾ വരുന്നു എന്നും മാലിനിയുടെ ബന്ധുക്കളെ, പല സ്ഥലങ്ങളിലുമുള്ള ബന്ധുക്കളെ കൂടി വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നുമാണ് മാലിനി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അവിടുത്തെ CPIM പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ. താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിലാണ് മാലിനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. നോമിനേഷൻ നൽകുന്ന ദിവസം ഉൾപ്പെടെ ഭീഷണി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രചരണത്തിൽ സജീവമായതിന് പിന്നാലെ ഈ ഭീഷണി വർദ്ധിച്ചത് എന്നുള്ളതാണ് മാലിനി പറയുന്നത്. ചില ശബ്ദ സന്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നും മാലിനി പറയുന്നു. ഇതെല്ലാം ഉൾപ്പെടെ കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെ ചിതറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പോലീസ് ആ കേസ് എടുത്തെങ്കിൽ പോലും ഇതുവരെയും FIR ഇട്ടിട്ടില്ല എന്ന് മാലിനി പരാതിയായി പറയുന്നു. വിജയകുമാർ. യെസ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. പത്തനംതിട്ടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മേൽ കരിയോയിൽ ഒഴിച്ചു. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്ത് 10ാം വാർഡ് UDF സ്ഥാനാർത്ഥി ബിജോ വർഗീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഈ ബിജോ വർഗീസിനെതിരെ ഇത്തരമൊരു പ്രതിഷേധം ഉണ്ടാകാൻ കാരണം എന്താണ്? അതായത് വിജയകുമാർ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പത്തനംതിട്ടയിലെ മെഴുവേലി പഞ്ചായത്ത് 10ാം വാർഡ് UDF സ്ഥാനാർത്ഥി ബിജോ വർഗീസിനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഒരു സംഘം അദ്ദേഹത്തിന് മേൽ കരിയോയിൽ ഒഴിക്കുകയായിരുന്നു. ബൈക്കിൽ പോകുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും പരാതി നൽകാൻ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നിലവിൽ പോയിട്ടുണ്ട്. ഇതെന്ത് വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇത്തരം ആക്രമണം എന്നറിയില്ല. എന്തായാലും വൈകിട്ടോടു കൂടിയാണ് ഇങ്ങനെ UDF സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു കരിയോയിൽ പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യാപേക്ഷയുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ അന്വേഷണത്തോട് സഹകരിച്ചെന്നും ജാമ്യം വേണമെന്നും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അതേസമയം തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെ 2 ജാമ്യാപേക്ഷകളും കോടതി തള്ളി. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ദ്വാരപാലക പാളി ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ സമീപിച്ചത്. അന്വേഷണത്തോട് സഹകരിച്ചുവെന്നും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും A പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ജാമ്യാപേക്ഷ ഡിസംബർ 2-ന് കോടതി പരിഗണിക്കും. കേസിൽ 7ാം പ്രതിയായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് തള്ളി. നിലവിൽ കേസന്വേഷണം പൂർത്തിയായില്ലെന്നും ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതേസമയം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് KS ബൈജുവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. ദേവസ്വം ബോർഡ് അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതെന്ന് KS ബൈജു ആവർത്തിച്ചു. തന്ത്രിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി തന്ത്രിയുമായുള്ള ബന്ധം സംബന്ധിച്ച് വ്യക്തത വരുത്താനും അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഡിസംബർ 5 വരെ KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ അടുത്ത മാസം 3-ലേക്ക് മാറ്റി. 24 കൊല്ലം. ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.
ശബരിമലയിൽ തീർത്ഥാടക തിരക്കിന് കുറവില്ല. ഇതുവരെ 60,000-ന് മുകളിൽ ഭക്തർ ഇന്ന് ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുകയാണ്. ഇന്നലെ 97,711 ഭക്തരാണ് ദർശനം നടത്തിയത്. വൈകിട്ട് നട തുറന്നതു മുതൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് സന്നിധാനത്ത്. ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് പുറമെ മലയാളി ഭക്തരുടെ വരവും കൂടിയിട്ടുണ്ട്. നിയന്ത്രണങ്ങളോടെയാണ് പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് അയക്കുന്നത്. പ്രതിദിനം 1000-ലധികം പേരാണ് കാനനപാത വഴി എത്തുന്നത്. പോലീസിന്റെയും കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത CIയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ച DYSP A ഉമേഷ് അവധിയിൽ. കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് DYSP ഉമേഷ്. ഇപ്പോൾ YS അഭിനന്ദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് കോഴിക്കോട്ട് നിന്ന്. അഭിനന്ദ്, ഈ കത്തിലെ വിവരങ്ങൾ പുറത്തു വരികയും അതൊരു റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണോ അദ്ദേഹം ചികിത്സ തേടിയത് പെട്ടെന്ന്? വിജയകുമാർ, ചെർപ്പളശ്ശേരി CIയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പുറത്തു വന്ന കുറിപ്പിനകത്ത് കുറേയധികം ആരോപണങ്ങൾ DYSP ഉമേഷ് നേരെ ഉണ്ടായിരുന്നു. പിന്നാലെ വടകര DYSPയോട് ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ യാതൊന്നും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു. മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നൊക്കെയായിരുന്നു ഉമേഷിന്റെ പ്രതികരണം. പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത് ECGയിലുണ്ടായ വ്യതിയാനത്തെ തുടർന്നാണ് കുറച്ച് ദിവസം ഇപ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഔദ്യോഗിക വിശദീകരണം. എന്തായാലും അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലടക്കം ഉമേഷിന്റെ പ്രതികരണം നമ്മൾ ഇന്നലെയും തേടിയപ്പോൾ അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്നും പ്രതികരിച്ചിരുന്നില്ല. ആത്മഹത്യാ കുറിപ്പിനകത്ത് ഈ ചെർപ്പളശ്ശേരിയിലെ CI ആയിട്ടുള്ള ബിനു തോമസ് വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു. 2014 യുവതിയെ അനാശാസ്യത്തിൽ പ്രതിയായിട്ടുള്ള യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം വടകര DYSPക്ക് നേരെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം മറ്റൊരു പ്രതികരണത്തിനും തയ്യാറായില്ല. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ECGയിലുണ്ടായ വ്യതിയാനമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. ഇപ്പം വടകര DYSPയുടെ പകരം ചുമതല ഇപ്പോൾ നിലവിൽ നാദാപുരം കൺട്രോൾ റൂം DYSPക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള ഈ യുവതിയുടെ മൊഴി അടക്കം കേന്ദ്രീകരിച്ച ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ഈ ആത്മഹത്യാക്കുറിപ്പ്, യുവതിയുടെ മൊഴിയുടെ വിശദാംശങ്ങളടക്കം പോലീസ് കൈമാറിയിട്ടുമുണ്ട്. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. വിജയകുമാർ. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി രജനിക്കും വധശിക്ഷ. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. 1ാം പ്രതി പ്രബീഷിനെ കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചിരുന്നു. ആലപ്പുഴ സ്വദേശികളായ പ്രബീഷും രജനിയും വർഷങ്ങളായി ഒരുമിച്ചായിരുന്നു താമസം. ഇതിനിടെ പാലക്കാട് ജോലി ചെയ്തിരുന്ന അനിതയുമായി പ്രബീഷ് പ്രണയത്തിലായി. ഗർഭിണിയായതോടെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം അനിത ഉയർത്തിയിരുന്നു. ഗർഭം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് പ്രബീഷും രജനിയും ചേർന്ന് കൊല നടത്തിയത്. രജനിയുടെ തൊട്ടുവാത്തലയിലെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം പൂക്കയതയാറ്റിൽ മൃതദേഹം തള്ളി. കൊലപാതകത്തിന് ക്രൂരത കണക്കിലെടുത്താണ് കോടതി ഇരുവർക്കും വധശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പ്രബീഷിന്റെ ശിക്ഷാവിധി. ലഹരിക്കടത്ത് കേസിൽ ഒഡീഷയിലെ ജയിലിലായിരുന്ന രജനിയെ അന്ന് കോടതിയിലാക്കാൻ സാധിച്ചില്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രജനിയുടെ ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റിയത്. 2021 ജൂലൈയിലായിരുന്നു സംഭവം. 112 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ 82 പേരെ വിസ്തരിച്ചു. 131 രേഖകളും പൂക്കയതയാറ്റിൽ മൃതദേഹം തള്ളാൻ ഉപയോഗിച്ച ഫൈബർ വള്ളമടക്കം 53 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. രജനിയുടെ അമ്മയും പ്രോസിക്യൂഷൻ അനുകൂലമായി സാക്ഷി പറഞ്ഞിരുന്നു. 24 ആലപ്പുഴ. തിരുവനന്തപുരം കേശവദാസപുരം മനോരമ വധക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ്. ബീഹാർ സ്വദേശിയായ ആദം അലിക്കാണ് തിരുവനന്തപുരം വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവും 90,000 രൂപ പിഴയും വിധിച്ചത്. കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ച പ്രതിയെ പോലീസും അഭിഭാഷകരും ചേർന്ന് കീഴ്പ്പെടുത്തി. സ്വർണവും പണവും കവർച്ച ചെയ്യാനായി 68-കാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2021 നടന്ന കൊലപാതകത്തിൽ 4 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ചതിന് പിന്നാലെ ബീഹാർ സ്വദേശിയായ ആദം കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പോലീസും അഭിഭാഷകരും ചേർന്നാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. പിന്നാലെയായിരുന്നു ശിക്ഷാവിധി. 362 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും 50,000 രൂപയുമാണ് ശിക്ഷ. 449 വകുപ്പ് പ്രകാരം 10 വർഷം തടവും 10,000 രൂപ പിഴയും, 393 വകുപ്പ് പ്രകാരം 7 വർഷം തടവും 10,000 രൂപ പിഴയും, 397 വകുപ്പ് പ്രകാരം 7 വർഷം തടവും 17,000 രൂപ പിഴയും, 201 വകുപ്പ് പ്രകാരം 7 വർഷം തടവും 10,000 രൂപ പിഴയും എന്നിങ്ങനെയാണ് ശിക്ഷ. ശിക്ഷ ഒറ്റ ജീവപര്യന്തമായി അനുഭവിച്ചാൽ മതി. ആകെ പിഴത്തുക 90,000 രൂപ അടയ്ക്കണം.
കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന് നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. മനോരമയുടെ വീടിന് സമീപത്ത് ജോലിക്കെത്തിയതായിരുന്നു പ്രതി ആദം അലി. ആളില്ലാത്ത സമയം നോക്കി മനോരമയെ കൊലപ്പെടുത്തി കിണറ്റിലിടുകയായിരുന്നു. 24 തിരുവനന്തപുരം. ട്രെയിനിൽ മദ്യപസംഘത്തിന്റെ ശല്യം നേരിട്ട യാത്രക്കാരുടെ പരാതിയിൽ ഇടപെടാതെ പാലക്കാട് RPF. കോയമ്പത്തൂർ RPF ആണ് വിഷയത്തിൽ മലയാളി യാത്രക്കാർക്ക് പിന്നീട് സഹായവുമായി എത്തിയത്. കാരയ്ക്കൽ എക്സ്പ്രസിൽ കൊച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് യാത്ര ചെയ്ത മലയാളി സംഘത്തിനാണ് ട്രെയിനിൽ മോശം അനുഭവം ഉണ്ടായത്. പാലക്കാട് RPFനെ വിവരം അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല. ഈറോഡ് എത്തിയപ്പോൾ കോയമ്പത്തൂർ RPF മദ്യപ സംഘത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. കടലിൽ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് അവര്. നാഗർകോവിൽ ടീമാണ്. അപ്പോൾ കൊച്ചിയിൽ ജോലി കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ച് ലീവ് നാട്ടിൽ പോണ ആൾക്കാരാണ്. പിന്നെ അവർ കുറച്ച് പേരുടെ മദ്യക്കുപ്പികളൊക്കെ നമ്മൾ കളഞ്ഞു. ഒരാൾ പോലും ബോധമില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അതേ പറ്റുള്ളൂ. ടി ആരും വേറെ നമ്മളോട് പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ അവർ വിളിച്ചിട്ട് ആരും എണിക്കില്ല. പിന്നെ എല്ലാവരും പിടിച്ച് വലിച്ചിട്ട് അഴച്ച് പ്ലാറ്റ്ഫോമിൽ ഇടേണ്ടി വരും. പിന്നെ അവർ അങ്ങോട്ട് പോകേണ്ട ആൾക്കാരല്ലേ. അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അന്ന് ആ സീറ്റ് ഒന്ന് മാറിയിരിക്കും. യെസ്, റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. റാഫി, നമ്മൾ ഈ ഫോൺ സംഭാഷണത്തിൽ ആ ശബ്ദം ആ ഉദ്യോഗസ്ഥൻ്റെയാണ്. അദ്ദേഹം എന്താണ് ഒരു നിസ്സഹായത അറിയിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ, നടപടി എടുക്കേണ്ടതാണല്ലോ. എന്തുകൊണ്ടാണ് ഒരു നടപടി പാലക്കാട്ട് ഉണ്ടാകാതിരിക്കുകയും പക്ഷെ പിന്നീട് കോയമ്പത്തൂരിൽ വളരെ കാര്യമായ ഇടപെടൽ ഉണ്ടാവുകയും അവരെ മുഴുവൻ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തല്ലോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, തീർച്ചയായും വ്യാഴാഴ്ച രാത്രി 10 മണിക്കാണ് ഈ സംഘം, അതായത് മലയാളികളടങ്ങുന്ന ഒരു സംഘം എറണാകുളത്ത് നിന്ന് ഈ കാരക്കൽ എക്സ്പ്രസിൽ കയറുന്നത്. അവർ തഞ്ചാവൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. ഈ മദ്യപ സംഘവും എറണാകുളത്ത് നിന്ന് തന്നെ ഈ ട്രെയിനിൽ കയറിയതാണ്. സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലാണ് ഇവർ കയറിയത്. കയറിയതിന് പിന്നാലെ ട്രെയിനിൽ ഇരുന്ന് ഇവർ മദ്യപാനം ആരംഭിച്ചു. അതിനുശേഷം ഈ സംഘം വലിയ ബഹളമുണ്ടാക്കി. അതിനുശേഷം ഇവർ ഈ ട്രെയിനിൽ കിടന്ന് ഉറങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതോടുകൂടി സ്ത്രീകളടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഈ ബഹളമുണ്ടാക്കിയതോടുകൂടി സ്ത്രീകൾക്കും മറ്റു പ്രശ്നങ്ങളുണ്ടായി. ഇതിന് പിന്നാലെ തന്നെ ഇവർ കിടന്നുറങ്ങിയത് കമ്പാർട്ട്മെന്റിന്റെ ബാത്റൂമിന് തൊട്ടടുത്താണ്. പിന്നീട് ഈ ഭാഗത്തേക്ക് ആർക്കും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് മലയാളികളായ യാത്രക്കാർ ഈ പാലക്കാട് RPFനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പാലക്കാട് ഈ ട്രെയിൻ ഒറ്റപ്പാലം കഴിഞ്ഞതിന് ശേഷം ഈ ട്രെയിനിൽ പാലക്കാട് നിന്നുള്ള RPF സംഘം കയറി. RPF സംഘം ആകെ ചെയ്തൊരു കാര്യം എന്നുള്ളത് ഈ മദ്യക്കുപ്പികൾ, ഇവരുടെ പരിസരത്തുണ്ടായിരുന്ന മദ്യക്കുപ്പികൾ എടുത്തു മാറ്റുക മാത്രമാണ്. എന്നാൽ ഇവരെ അവിടെ നിന്ന് മാറ്റാനോ അവരെ എണിപ്പിക്കാനോ ഒന്നും തന്നെ ഈ RPF സംഘം തയ്യാറായില്ല. ഇതിന് തൊട്ട് പിന്നാലെ ട്രെയിൻ പാലക്കാട് നിന്ന് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഇവർ ഈ മദ്യപ സംഘം ഇവരുടെ ഉറക്കത്തിൽ നിന്ന് എണീച്ചതോടുകൂടി ഇവർ മദ്യപിച്ചിരുന്ന ഈ കുപ്പികൾ കാണാതാകുന്നു. തുടർന്ന് ഈ ട്രെയിനിലെ യാത്രക്കാരുടെ അടുത്തേക്കായി ഈ അരിശം മൊത്തം. ഈ കുപ്പി കാണാതായതോടുകൂടി യാത്രക്കാരാണ് ഇവരുടെ മദ്യക്കുപ്പികൾ എടുത്തതെന്ന് പറഞ്ഞ് യാത്രക്കാരുടെ ബഹളം വയ്ക്കുകയും അവരോട് തട്ടിക്കയറാൻ ശ്രമിക്കുകയും അവരുടെ ശരീരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഇതോടുകൂടിയാണ് പിന്നീട് ഈ മലയാളികളടക്കമുള്ള സംഘം തമിഴ്നാട് RPFന്റെ സഹായം തേടുന്നത്. തുടർന്ന് ഇവർ കോയമ്പത്തൂർ RPFനെ വിവരം അറിയിക്കുന്നു. കോയമ്പത്തൂർ RPF ഉടനെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. തുടർന്ന് ഈ ട്രെയിൻ ഈറോഡ് എത്തിയപ്പോൾ കോയമ്പത്തൂർ RPF സംഘം ലാത്തിയുമായി എത്തി ഈ മദ്യപാനികളെ ട്രെയിനിൽ നിന്ന് പുറത്താക്കുന്നു. തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇതാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വ്യാഴാഴ്ചയാണ് ഈ സംഭവം മൊത്തം ഉണ്ടായത്. അതിൽ ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ശബ്ദ സന്ദേശം, അത് പാലക്കാട് നിന്നുള്ള ഒരു RPF ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശമാണ്. ഉറക്കത്തിൽ നിന്ന് ഈ മദ്യപാനികൾ എണിക്കുന്നില്ല, അതുകൊണ്ട് ഇവരെ പുറത്താക്കാൻ കഴിയുന്നില്ല, വേറൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിസ്സഹായതയോടുകൂടി ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഒപ്പം തന്നെ ആ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാരോട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറിയിരിക്കുക, അവർ തമിഴ്നാട് എത്തുമ്പോൾ ഇറങ്ങിപ്പൊക്കോളില്ലേ എന്നൊരു ചോദ്യം കൂടിയാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളി യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായത് തമിഴ്നാട് RPFന്റെ നടപടിയാണ്. തമിഴ്നാട് RPF ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ മദ്യപാനികളെ ഈറോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷം അതിനുശേഷമാണ് ആ കമ്പാർട്ട്മെന്റിൽ സുരക്ഷയുള്ള ഒരു യാത്ര ഇവർക്കുണ്ടായത്. രാത്രി 11-12 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളടക്കം യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഈ RPF ഉദ്യോഗസ്ഥന്റെ വിശദീകരണം വളരെ വിചിത്രമായി തോന്നുന്നു. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നാണ് അദ്ദേഹം ഈ പരാതി പറഞ്ഞവരോട് പ്രതികരിച്ചത്. അവരോട് ചോദിക്കുന്നത്, ഇവർ ഉറങ്ങുകയാണ്, മദ്യപ സംഘം ഉറങ്ങുകയാണ്, അവരെ ഉണർത്തി അവിടെ ഒന്ന് മാറ്റാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ്
ഈ സംവിധാനം ഈ RPF ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ കോയമ്പത്തൂർ ഈ റോഡ് റൂട്ടിൽ ഈ പരാതി ഉന്നയിച്ചവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും അവരെ അവിടെ തൂക്കി പുറത്തിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ട് ചെയ്യാൻ അറിയാവുന്നവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. റാഫിക് കരീമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണത്തിൽ കടുത്ത വിമർശനവുമായി സമസ്ത നേതൃത്വം. ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയാതിരിക്കുന്നത് അപകടകരമെന്ന് സത്താർ പന്തല്ലൂർ പറഞ്ഞു. അപകടം ചൂണ്ടിക്കാട്ടുന്നവരെ സഖാവാക്കി ചിത്രീകരിക്കുകയാണ് എന്നും അദ്ദേഹത്തിന്റെ വിമർശനം. ഒരു ഭാഗത്ത് മൗദൂദിയെ തള്ളിപ്പറയുന്നു, മറുഭാഗത്ത് തങ്ങളുടെ യുവജന സംഘടനയെ വിട്ടുകൊണ്ട് മൗദൂദിയുടെയും ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകത്തെ പല രാജ്യങ്ങളും നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ സ്ഥാപകനായ ഹസൻ ബന്നയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ഒരു ഭാഗത്ത് വലിയ ബഹുസ്വരതയുടെ മനോഹരമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളുകളാണെന്ന് പറയുകയും, മറുഭാഗത്ത് ഈ മതരാഷ്ട്രവാദത്തിന്റെ അപകടകരമായ ആശയങ്ങൾ കൊണ്ടുവന്ന അത്തരം ആളുകളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഈ കപടന്മാരെ ഇനിയും ആർക്കെങ്കിലും തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ ചിലർ വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റിയെന്ന് ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. സമസ്ത ഓമശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിമർശനങ്ങൾ ഉണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദി ഭീകര സംഘടനയാണെന്നും ഈ ജനാധിപത്യ വ്യവസ്ഥയോട് യോജിക്കാത്ത മതേതര സ്വഭാവത്തോട് യോജിക്കാത്ത ഒരു സംഘടനയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിന് നമ്മൾ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അതിൽ കൂടെ അവർ വളരും. ഇന്ന് അവരെവിടെയില്ല. ഇല്ലാത്ത ഈ സാധനത്തിനെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുക്കളയിലൊക്കെ അവർ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? UDF വെൽഫെയർ പാർട്ടി സഖ്യമില്ലെന്ന് രമേശ് ചെന്നിത്തലയും സംസ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമി SDPI UDF വർഗീയ കൂട്ടുകെട്ടെന്ന് MV ഗോവിന്ദനും ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കർണാടക കോൺഗ്രസിൽ താൽക്കാലിക മഞ്ഞുരുക്കം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ചർച്ച നടത്തി. പാർട്ടിയാണ് വലുതെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും ഇരു നേതാക്കളും പിന്നീട് പ്രതികരിച്ചു. രാവിലെ 10 മണിയോടെയാണ് ചർച്ച തുടങ്ങിയത്. അരമണിക്കൂർ കൂടിക്കാഴ്ച നീണ്ടു. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്നും ഒരുമിച്ച് മുൻപോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. Between DK Shivkumar and myself, the High Command, whatever decision it takes, both of us will obey. സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങളാണ് പ്രധാനമെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും DK ശിവകുമാർ. As far as political issues is concerned, the leadership issue is concerned, we go by my party high command. Whatever my party high command tells, it is our decision. We have been a loyal soldiers of the party. At topmost, we all are the basic party workers to keep our party regime very high. കോൺഗ്രസ് തർക്കത്തിൽ വിമർശനവുമായി BJPയും JDSും രംഗത്തെത്തി. കോൺഗ്രസിലെ നാടകങ്ങൾ കർണാടകയെ അപമാനിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും കോൺഗ്രസിൽ തമ്മിൽ തല്ലല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് R അശോകയും ആരോപിച്ചു. 24 ബംഗളൂരു. ഈ ശ്രീലങ്കയിലെ പ്രളയ സാഹചര്യത്തെപ്പറ്റി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. INS വിക്രാന്ത്, INS ഉദയഗിരി എന്നീ 2 നാവികസേന കപ്പലുകളിൽ ശ്രീലങ്കയിൽ സഹായം എത്തിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്. 4.5 ടൺ ഡ്രൈ റേഷനും 2 മറ്റു ടൺ ഭക്ഷ്യവസ്തുക്കളും ദുരിതാശ്വാസ വസ്തുക്കളും അവിടെ ഇതിനോടകം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ വിശാഖപട്ടണത്ത് നിന്ന് ദുരിതാശ്വാസ സാമഗ്രികളുമായി INS സുകന്യ എന്ന നാവികസേന കപ്പൽ അവിടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഭക്ഷണം, വെള്ളം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ഹൈക്കമ്മീഷൻ ഉറപ്പാക്കി എന്നും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത വ്യാജസിദ്ധൻ പിടിയിലായി. മലപ്പുറം കാളികാവ് സ്വദേശി സജിൽ ഷറഫുദ്ദീനാണ് അറസ്റ്റിലായത്. മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ ഉടമയാണ് പിടിയിലായ സജിൽ ഷറഫുദ്ദീൻ. ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതി കൊളത്തൂർ സ്വദേശിയായ പരാതിക്കാരിയുമായി അടുത്തത്. മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. സിദ്ധനാണെന്ന് അവകാശപ്പെട്ട് പ്രതി യൂട്യൂബ് ചാനലിൽ നിരന്തരം വീഡിയോകൾ ചെയ്യാറുണ്ട്. താൻ മഹ്ദി ഇമാം ആണെന്നായിരുന്നു ഇയാൾ അവകാശപ്പെട്ടത്. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയുടെ വാടക വീട്ടിലെത്തിയ പ്രതി അതിക്രമിച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. കേസെടുത്ത് കൊളത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴേക്കും പ്രതി ഒളിവിൽ പോയി. ഇന്നലെയാണ് പ്രതിയെ തിരുവനന്തപുരത്ത് വെച്ച് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നാലെ കൊളത്തൂരിൽ എത്തിച്ചു. നേരത്തെയും മറ്റു പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ സമാന കേസുണ്ട്. കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നിലവിലെ പരാതിക്കാരിയുടെ അടുത്ത ബന്ധുവിനെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. ആഭിചാരക്രിയയുടെ മറവിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ട് ഇനിയും പരാതികൾ ഉയർന്നു വരുവാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. 24 മലപ്പുറം.
നോക്കാം കായിക വാർത്തകൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലെത്തുന്നു എന്നതാണ് ആരാധകരെ സന്തോഷിപ്പിക്കുന്ന കാര്യം. ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ നിന്നിരുന്ന ഇന്ത്യൻ ടീം പൊടുന്നനെ പാതാളത്തിൽ വീണ അവസ്ഥയിലാണ്. നിർബന്ധിത തലമുറ മാറ്റത്തിനൊപ്പം പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തലതിരിഞ്ഞ പരീക്ഷണങ്ങൾ കൂടിയായപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും തോറ്റു. പ്രോട്ടീസിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി വഴങ്ങിയാണ് പരമ്പര കൈവിട്ടത്. അതിന്റെ ക്ഷീണം തീർക്കാൻ ഏകദിന പരമ്പരയിൽ വമ്പൻ പ്രകടനം അനിവാര്യം. നായകൻ ശുഭമാൻ ഗില്ലിനും ഉപനായകൻ ശ്രേയസ് അയ്യർക്കും പരിക്കേറ്റതിനാൽ KL രാഹുലിന് കീഴിലാണ് ടീം ഇറങ്ങുക. പക്ഷേ ആരാധകരുടെ കണ്ണും മനസ്സുമെല്ലാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജോഡിയിലേക്കാണ്. ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ അപരാജിത കൂട്ടുകെട്ടിലൂടെ ടീമിനെ ജയിപ്പിച്ച റോക്കോ ജോഡി ഹോം ഗ്രൗണ്ടിലും കത്തിക്കയറുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ താരമായ രോഹിത് ബാറ്റെടുക്കുന്നത് 1ാം റാങ്കുകാരനെന്ന തലയെടുപ്പോടുകൂടിയാണ്. ഗില്ലില്ലാത്തതിനാൽ യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ഓപ്പണിംഗിൽ രോഹിത്തിന് കൂട്ട. ഋഷഭ് പന്ത്, തിലക് വർമ്മ, രുദ്രാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ എന്നിവർ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയെന്നതും പ്രത്യേകതയാണ്. 3 മത്സര പരമ്പരയിലെ ആദ്യ കളി റാഞ്ചിയിലാണ്. 2ാം ഏകദിനം ബുധനാഴ്ച റായ്പൂരിലും 3ാം മത്സരം അടുത്ത ശനിയാഴ്ച വിശാഖപട്ടണത്തും നടക്കും. സ്പോർട്സ് ഡെസ്ക് 24. കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ചികിത്സയിലായിരുന്നു, 2 ദിവസമായി ഗുരുതരാവസ്ഥയിലായിരുന്നു. കൊയിലാണ്ടി MLA അന്തരിച്ചു. അർബുദ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട്ടു നിന്ന് ചേരുന്നത്. ദീപക്, കഴിഞ്ഞ കുറച്ചു നാളായി ചികിത്സയിലായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലാവുകയും മരണത്തിന് കീഴടങ്ങുകയുമാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. എന്താണ് സംഭവിച്ചത് ദീപക്? വിജയകുമാർ, ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് എങ്കിലും പക്ഷെ അവർ തിരിച്ചു വരുമെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അവസാന ഘട്ടത്തിലുണ്ടായിരുന്നത്. അർബുദം അത്യാസന്നയിലായിരുന്നു. ചികിത്സ കഴിഞ്ഞ് അവർ തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തി. കോഴിക്കോട് മേത്ര ആശുപത്രിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി അവരുടെ BP വല്ലാതെ താഴോട്ടേക്ക് പോകുന്നു, വെന്റിലേറ്ററിൽ. ഞാനൊരു 1/4 മണിക്കൂർ മുൻപ് അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുന്ന സമയത്ത് BPയിൽ അല്പം പുരോഗതി ഉണ്ട് എന്നുള്ള വാർത്തയായിരുന്നു അറിയാൻ സാധിച്ചത്. അതിലൊരു ആശ്വാസത്തിലായിരുന്നു പൊതുവിൽ നമ്മൾ. പക്ഷേ എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരണം വന്നിരിക്കുന്നു. കാനത്തിൽ ജമീല നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. കൊയിലാണ്ടിയിലെ ഒരു ജനകീയ MLA ആയിരുന്നു കാനത്തിൽ ജമീല. കാനത്തിൽ ജമീല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് 2021 തിരഞ്ഞെടുപ്പിൽ N സുബ്രഹ്മണ്യൻ എന്ന കോൺഗ്രസിൻ്റെ ഒരു വളരെ സീനിയറായ ഒരു നേതാവിനെയാണ് തോൽപ്പിക്കുന്നത്. എന്നാൽ അന്ന് കാനത്തിൽ ജമീലയ്ക്ക് കൈമുതലായുള്ളത് സൗഹൃദങ്ങളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചതിൻ്റെ പരിചയസമ്പന്നതയുമായിരുന്നു. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോഴിക്കോട് ജില്ലയിൽ കിട്ടിയ ഒരു പ്രധാന നേതാവായിരുന്നു യഥാർത്ഥത്തിൽ കാനത്തിൽ ജമീല എന്നുള്ളതാണ് വസ്തുത. അവർ അന്ന് കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യനെ 8472 വോട്ടിനാണ് തോൽപ്പിക്കുന്നത്. ജനകീയമായ ഇടപെടലിലൂടെ ആയിരുന്നു ഒരു വലിയ നേതാവിനെ അവർ തോൽപ്പിച്ചത്. അത് കഴിഞ്ഞ് അവർ വിവിധ പോരാട്ടങ്ങളിൽ, ഒരുപക്ഷെ CPIM ഇടതുമുന്നണി നേരിട്ട പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കാനത്തിൽ ജമീല മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലെ ഒരു പ്രധാന ക്യാമ്പയിനർ ആയിരുന്നു. ഡോർ ടു ഡോർ വീടുകൾ കയറി അവർ വോട്ട് ചോദിക്കുന്നത് ഉണ്ടായിരുന്നു. അത് നമ്മൾ പുതുപ്പള്ളിയിൽ വരെ കണ്ടതാണ്, തൃക്കാക്കരയിൽ നമ്മൾ കണ്ടതാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് കാനത്തിൽ ജമീലയെയാണ് CPIM ഇറക്കാറുള്ളത്. വളരെ സൗമ്യ സ്വഭാവമുള്ള, ശാന്ത സ്വഭാവമുള്ള ഒരു വനിതാ നേതാവ്, അതാണ് യഥാർത്ഥത്തിൽ കാനത്തിൽ ജമീല. കാനത്തിൽ ജമീലയുടെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ മഹിളാ അസോസിയേഷൻ്റെ ഒരു പ്രാദേശിക പ്രവർത്തക എന്ന നിലയിൽ തുടങ്ങി. അത് കഴിഞ്ഞ് തലക്കുളത്തൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞാണ് അവർ നേരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മാറുന്നത്. അങ്ങനെ അവരുടെ ഒരു ജീവിതയാത്ര, അത് പിന്നീട് ഒരു MLA, നിയമസഭയിലും അവർ വളരെ കൃത്യമായി ഇടപെട്ടിരുന്ന ഒരു സൗമ്യയായ സാമാജികയായിരുന്നു എന്നുള്ളതാണ്.
ആരോടും കൈപിടിച്ച് സൗഹൃദത്തോടെ സംസാരിക്കുന്ന ഒരു മുസ്ലിം വനിതാ നേതാവ്. അതാണ് CPM-ന് കോഴിക്കോട് ജില്ലയിൽ നഷ്ടമാകുന്നത്. കൊയിലാണ്ടിയിലെ MLA എന്നുള്ളതിനപ്പുറം കോഴിക്കോട്ടെ മുസ്ലിം വനിതാ നേതാവ് എന്നുള്ള നിലയിൽ CPIM-ന്റെ വളരെ കൃത്യമായ ഒരു വനിതാ പോരാളി എന്നുള്ള നിലയിൽ അവരുടെ ജീവിതം ആ രീതിയിലാണ്. ഒരു പൊടുന്നനെയായിരുന്നു അർബുദത്തിൻ്റെ വിവരങ്ങൾ എത്തുന്നത്. അതേ തുടർന്ന് അവർക്ക് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു ചികിത്സ. ആ ചികിത്സാ വേളയിൽ പല ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം കൊച്ചുമക്കൾ വരുന്നതിൻ്റെ സന്തോഷവും ഒക്കെ അവർ പങ്കുവയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞ് അവർ വീണ്ടും സാധാരണ നിലയിലേക്ക് പതുക്കെ വച്ചു തുടങ്ങിയിരുന്നു അവരുടെ യാത്ര. അതിനിടയിലാണ് വീണ്ടും അർബുദം അവരെ വേട്ടയാടിയത്. ഒരുപക്ഷെ അർബുദം വേട്ടയാടുന്ന നമ്മുടെ നേതാക്കളുടെ പട്ടികയിൽ കാനത്തിൽ ജമീലയാണ് ഏറ്റവും ഒടുവിൽ. അവർ ഇന്ന് BP വളരെ താഴോട്ട് പോയി വെന്റിലേറ്ററിലേക്ക് 2 ദിവസമായി അവർ മേത്ര ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ്. ഇന്ന് വൈകുന്നേരം പ്രവീണുമായി സംസാരിക്കുമ്പോൾ, അത് മേത്ര ആശുപത്രിയുടെ GM-മായി സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് പുരോഗതി ഉണ്ടെന്നാണ്. അരമണിക്കൂർ 3/4 മണിക്കൂർ മുൻപ് അവരുടെ കുടുംബവുമായി കാനത്തിൽ ജമീലയുടെ നമ്പറിൽ വിളിച്ചപ്പോൾ അവരെ ഹസ്ബൻഡാണ് സാധാരണ ഫോൺ എടുക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞതും ചെറിയ BP പൾസിൻ്റെ താഴോട്ട് പോയിരുന്നുവെങ്കിലും ഇപ്പോൾ പുരോഗതി വന്നു തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ നമ്മളെ ആകെ വേദനയിലാഴ്ത്തിയ, സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്കാകെ പ്രിയപ്പെട്ട ഒരു വനിതാ നേതാവ് തന്നെയായിരുന്നു കാനത്തിൽ ജമീല. എപ്പോഴും മന്ദസ്മിതമായ മുഖത്തോടെ മാത്രമേ. ദീപക് ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ടി സിദ്ദിഖ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി സിദ്ദിഖ് നിയമസഭയിലെ സഹപ്രവർത്തകയാണ്. വളരെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് നിയമസഭാ സാമാജികയായ ഒരു അങ്ങനെ ജനപ്രതിനിധിയാണ്. വ്യത്യസ്ത രാഷ്ട്രീയമൊക്കെ ആണെങ്കിലും അടുപ്പമുള്ള, പരസ്പരം അറിയാവുന്ന അടുപ്പമുള്ള ഒരു 2 പൊതുപ്രവർത്തകരാണല്ലോ. എങ്ങനെ ഓർക്കുന്നു കാനത്തിൽ ജമീലയെ ഈ ഘട്ടത്തിൽ താങ്കൾ? ഏറെ ദുഃഖകരവും വിഷമകരവുമായിട്ടുള്ള ഒരു വാർത്തയാണ് കാനത്തിൽ ജമീല ഇനിയില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന സമയം മുതൽ കാനത്തിൽ ജമീലയെ അറിയാം. അവരുടെ പ്രവർത്തനത്തെ നോക്കി കണ്ടിട്ടുണ്ട്. നല്ല സൗഹൃദവും കാത്തുസൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ മലബാറിലുള്ള നിയമസഭാ സാമാജികർ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പരസ്പരം സംസാരിച്ചും രാഷ്ട്രീയ ടി സിദ്ദിഖ് MLA അദ്ദേഹം എനിക്ക് തോന്നുന്നു യാത്രയിലോ മറ്റോ ആണ് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റേഞ്ച് കട്ടായിട്ടുണ്ട്. യാത്രയിലാകാൻ തന്നെയാണ് സാധ്യത. കോഴിക്കോട് മേത്ര ആശുപത്രിയിലായിരുന്നു കാനത്തിൽ ജമീലയുടെ അന്ത്യം. അല്പസമയം മുമ്പ് ആ വിവരം പുറത്തു വരുന്നു. ദീപക് ധർമ്മടം തുടരുന്നുണ്ട്. ദീപക് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെട്ട പേരായിരുന്നു കാനത്തിൽ ജമീലയുടേത്. അതിനു മുമ്പ് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വളരെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്ന് നിയമസഭയിലെത്തിയ ഒരു ജനപ്രതിനിധി. ജനങ്ങളുമായി വലിയ അടുപ്പം, വളരെ താഴെത്തട്ടിൽ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അടുപ്പം, അതുപോലെ ബന്ധവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ച ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഇപ്പോൾ ടി സിദ്ദിഖ് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് മലബാറിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണമായിരുന്നു കാനത്തിൽ ജമീല എന്ന വനിതാ നേതാവ്. ആ നിലയിൽ ഒരു ജനകീയയായ MLA, ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം പിന്തുടരുന്ന ഒരു പൊതുപ്രവർത്തക, അങ്ങനെ എത്ര വിശേഷണങ്ങളാണ് അവർക്കുള്ളതല്ലേ? അത് തന്നെയാണ് വിജയകുമാർ ഒരു പക്ഷേ സൗഹൃദത്തിന് ഇത്രമേൽ കരുതലിൻ്റെ രൂപം നൽകിയ ഒരു വനിതാ നേതാവ്. കൊയിലാണ്ടിക്കാർക്ക്, കോഴിക്കോട്ടുകാർക്ക് അവരൊരു MLA ആയിരുന്നില്ല, ജമീലത്തെ ആയിരുന്നു. ജമീലത്തെ വിളിക്കാമെന്നായിരുന്നു. വിജയകുമാർ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തേക്ക് PSCയുടെ വെരിഫിക്കേഷന് വേണ്ടി പോകുന്ന ഒരു ദമ്പതികൾ, അവർ വന്ദേ ഭാരത് ട്രെയിനിലിരുന്ന് താമസം തിരുവനന്തപുരത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ കുടുംബമാണ്. പക്ഷേ അവരുടെ കുടുംബത്തിലുള്ളവരെയല്ല വിളിക്കുന്നത്, ജമീലത്തെ വിളിക്കാം. അതായത് അസുഖബാധിതയായി അർബുദത്തോട് പോരാടുന്ന ജമീല വീട്ടിൽ നിന്നും ഈ കാനത്തിൽ ജമീല പല സഹായങ്ങളും ഫോണിലൂടെ ലഭ്യമാക്കിയിരുന്നു എന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. അവർ അർബുദത്തോട് പോരാടി അവർ ഏതാണ്ടൊന്ന് സാധാരണ നിലയിലേക്കായി വന്നു തുടങ്ങിയ സമയമായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കുടുംബമാണ്. അവർ തിരുവനന്തപുരത്ത് റെസ്റ്റ് ഹൗസിലെ താമസത്തിന് വേണ്ടി
ജമീലത്തെ വിളിക്കാം. ഇങ്ങനെ നിരവധി അനുഭവങ്ങളാണ്. ഈ കാനത്തിൽ ജമീലയുടെ മുൻപിൽ എന്തെങ്കിലും ആവശ്യവുമായി ഒരു സാധാരണ മനുഷ്യൻ ചെന്നാൽ അവർക്ക് അവരുടെ കണ്ണീരൊപ്പി സഹായം നൽകി മാത്രം വിട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കൊയിലാണ്ടിയിൽ അവരെ മത്സരത്തിന് CPM ഇറക്കിയത്. കാരണം കൊയിലാണ്ടിയിൽ ദാസനെ പോലുള്ള ഒരു പരിണിതപ്രജ്ഞനായ ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ പി മോഹനൻ CPM നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഞാൻ ദീപക്കിലേക്ക് തിരികെ എത്താം. ശ്രീ പി മോഹനൻ, എത്രയോ പതിറ്റാണ്ടുകളായി അടുപ്പമുള്ള സഹാക്കളാണ് നിങ്ങൾ. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കാനത്തിൽ ജമീലയെ ഓർക്കുന്നത്? ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നില്ല, താങ്കൾക്ക് പറയാം. വളരെ ഞെട്ടലോടുകൂടിയാണ് ശ്രീമതി കാനത്തിൽ ജമീല MLA-യുടെ നിര്യാണ വാർത്ത ഞങ്ങൾ ഇപ്പോൾ കേൾക്കാനിടയായത്. ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന ഒരു വനിതയാണ്. മാത്രമല്ല വലിയ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം, സ്വീകാര്യത ഈ കാലയളവിൽ പതിറ്റാണ്ടുകളിലെ ജനസേവനത്തിനിടയിൽ, പൊതുപ്രവർത്തനത്തിനിടയിൽ അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി എല്ലാം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് നല്ല നിലയിൽ, മാതൃകാപരമായ നിലയിൽ സേവനം നൽകുകയുണ്ടായി. ജില്ലയിലാകെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ മാത്രമല്ല, ഭരണാധികാരി എന്ന നിലയിലും മികവ് തെളിയിച്ചു. രണ്ടാമത്തെ തവണയും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആ ഘട്ടത്തിലാണ് കൊയിലാണ്ടിയിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും നിയോഗിച്ചത്. നല്ല നിലയിലുള്ള സ്വീകാര്യത കൊയിലാണ്ടിയിലും പൊതുസമൂഹത്തിലാകെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിനയപൂർവമായ പെരുമാറ്റവും അതുപോലെ തന്നെ ലാളിത്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടലും ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അപ്പുറത്തുള്ള പൊതുസമൂഹത്തിലും വലിയ സ്വീകാര്യതയാണ് നേടിയത്. കൊയിലാണ്ടിയുടെയും കോഴിക്കോട് ജില്ലയുടെയും എല്ലാം വികസന മുന്നേറ്റത്തിൽ സ്തുത്യർഹമായ പങ്ക് അവർ ഈ കാലയളവിൽ വഹിക്കുകയുണ്ടായി. വലിയ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇതിലൂടെ ഉണ്ടാക്കിയത്. അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ പൊതുസമൂഹം അത് വലിയ ആഘാതമാണ് പൊതുസമൂഹത്തിനുണ്ടാക്കിയത്. വലിയ വിടവാണ്. പ്രത്യേകിച്ച് ഒരു മഹിളാ നേതാവ് ചടുലതയോടുകൂടി പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും ഭരണരംഗത്ത് മികവ് തെളിയിക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവ് നഷ്ടം വലിയ വിടവാണ് പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരി, ശ്രീ പി മോഹനാണ് നമ്മളോടൊപ്പം ചേർന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാനത്തിൽ ജമീലയ്ക്ക് 59 വയസ്സേ ഉള്ളൂ. എത്രയോ വർഷത്തെ പൊതുജീവിതം ബാക്കി നിൽക്കുകയാണ് അവർ നമ്മളോടൊപ്പം ഇല്ല എന്ന അങ്ങേയറ്റം സങ്കടകരമായ വിവരം വരുന്നത്. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. പിന്നീട് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തെ സഭയിൽ പ്രതിനിധീകരിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കോഴിക്കോടിന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ നിലയിൽ ജനകീയമായ ഇടപെടൽ, അതാണ് നേരത്തെ കാനത്തിൽ ജമീലയെ ഓർക്കുന്നവർ ഒക്കെ പറഞ്ഞത്. ജനകീയമായ ഇടപെടൽ ശ്രീ പി മോഹനൻ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിക്ക് അപ്പുറത്തേക്ക് ആഴത്തിൽ ബന്ധമുണ്ടാക്കാനും അതിനപ്പുറത്തേക്കുള്ള ആളുകളെ ഒപ്പം ചേർക്കാനും ഒക്കെ കൊയിലാണ്ടിയിൽ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കാനത്തിൽ ജമീലയ്ക്ക് കഴിയുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടെ തിളക്കമാർന്ന ഒരു ജയം നേടാൻ അവർക്ക് കഴിഞ്ഞത്. ഒരിക്കൽ കൂടി ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, നേരത്തെ ദീപക് ഈ വ്യക്തിപരമായി പലരുടെയും അനുഭവങ്ങളെപ്പറ്റി പറയുകയായിരുന്നു. പി മോഹനൻ സൂചിപ്പിച്ചതുപോലെ കൊയിലാണ്ടി പോലൊരു മണ്ഡലത്തിൽ മുന്നണിക്കും അല്ലെങ്കിൽ CPM-നും ഒക്കെ അപ്പുറത്ത് മറ്റൊരു ജനസാമാന്യത്തെ കൂടെ നിർത്താനും അവരെ ഒപ്പം ചേർക്കാനും അങ്ങനെ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞു എന്നത് ജനകീയമായ ഇടപെടലിൻ്റെ മറ്റൊരു തെളിവും ഉദാഹരണവുമാണല്ലോ, അല്ലേ? അങ്ങനെ തന്നെയാണ് വിജയകുമാർ. കാരണം കൊയിലാണ്ടി അവരുടെ നാടല്ല. അവർ യഥാർത്ഥത്തിൽ ചേളന്നൂരിലും അതുപോലെ തന്നെ തലക്കുളത്തൂരിലുമൊക്കെയാണ് നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഒരു പാൻ കോഴിക്കോട് ജില്ലാ നേതാവ് എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ പോയാലും അറിയാവുന്ന കാനത്തിൽ ജമീലയെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ CPIM, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തെല്ലാം CPIM മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലേക്ക് ഇറക്കുന്ന, അതായത് അതൊരു പ്രസംഗത്തിന് വേണ്ടിയല്ല, ഡോർ ടു ഡോർ ക്യാമ്പയിന് വേണ്ടി, വീടുകൾ കയറാൻ വേണ്ടി
ഇറക്കിയിരിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം മേഖലയിൽ ഇറക്കിയിരുന്നത് ഈ കാനത്തിൽ ജമീലയാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊയിലാണ്ടിയിലെ ഓരോ ആൾക്കാർക്കും, അത് കൊയിലാണ്ടി കടപ്പുറത്ത് പോയാലും കൊയിലാണ്ടി പിഷാരികാവ് പരിസരത്ത് പോയാലും അത് നെല്ലിയാടിയിൽ പോയാലും എവിടെ പോയാലും കൊയിലാണ്ടിക്കാർക്ക് ജമീലത്ത എന്ന ഒരു വികാരം ഉണ്ടാക്കാൻ പറ്റി. അത് കോൺഗ്രസ്സുകാരനായാലും BJP-കാരനായാലും. ഞങ്ങൾക്ക് വനിതാ നേതാക്കൾക്ക് മാത്രമല്ല, പാർട്ടിക്ക് തന്നെ വലിയ നഷ്ടമാണ്. ഇപ്പോൾ ഒന്നും പറയാനാവില്ല. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നേതാക്കളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയാണ്. എന്തെങ്കിലും പ്രതികരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ പലർക്കും അതിനു പോലും കഴിയുന്നില്ല. അപ്രതീക്ഷിതമായിരുന്നു ഈ മരണവാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സയിലായിരുന്നു, ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ രോഗത്തോട് പൊരുതി രോഗത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ വരും ഇത്തവണയും എന്ന് തന്നെയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇതാ ഈ വൈകുന്നേരമാകുമ്പോഴേക്കും ആ വാർത്ത വരുന്നു. കാനത്തിൽ ജമീല അന്തരിച്ചു. 59 വയസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകൾ ബാക്കിയുള്ള പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളോടൊപ്പം ആ നേതാവില്ല എന്നത് ഈ ഘട്ടത്തിൽ അത് നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. ആശുപത്രിയിൽ നിന്ന് YS അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, കേൾക്കാമോ? ആരൊക്കെ എത്തിയിട്ടുണ്ട്? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുൻപാണ് വിവരം അറിഞ്ഞ ഉടൻ തന്നെ CPM-ന്റെ ജില്ലാ നേതാക്കളൊക്കെ തന്നെ മൈത്ര ഹോസ്പിറ്റലിൽ എത്തി. നേരത്തെ ഇവർ സന്ദർശിച്ചായിരുന്നു. ഗുരുതരാവസ്ഥയിലാണെന്ന് രാവിലെ തന്നെ ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് നേതാക്കൾ ഇവിടെ എത്തി കാനത്തിൽ ജമീലയുടെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഇവർ മടങ്ങിയായിരുന്നു. അല്പസമയം മുമ്പ് BP ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഹൈ ആയിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും നേതാക്കൾക്കടക്കം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു MLA തിരികെ എത്തുമെന്നത്. ഇപ്പോൾ വനിതാ നേതാവായിട്ടുള്ള CPM മുൻ കുറ്റ്യാടി MLA KK ലതിക ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. നേരത്തെ പറഞ്ഞു, പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. തീർച്ചയായിട്ടും വനിതാ നേതാവിന് മാത്രമല്ല, ഒരുപാട് പുരോഗമന ആശയങ്ങൾ പലപ്പോഴും പ്രസംഗത്തിലൂടെ പറയുന്ന ഒരാൾ കൂടിയാണ്. എന്താണ് ഈ അവസരത്തിൽ? ഒന്നും പറയാനില്ല. ഞങ്ങളെ സംഘടനക്കും മഹിളാ അസോസിയേഷൻ എന്നുള്ളത് മാത്രമല്ല, പൊതുരാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണ്. CPM-നും വലിയ നഷ്ടമാണ്. MLA എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നന്നായി നിയമസഭക്കകത്തും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും മണ്ഡലത്തിലും നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിച്ച ഒരു സഖാവിനെ ഒരു തവണ കരുത്തോടുകൂടി നേരിട്ടാണ് തിരികെ രോഗത്തിനൊക്കെ വളരെ ബോൾഡായിട്ടാണ് സഖാവ് നേരിട്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകരടക്കം പറഞ്ഞത്. കാരണം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ ഒരു പൊതുപ്രവർത്തക എങ്ങനെയൊക്കെ നിയമസഭ വരെ എത്താം, അതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു കൊയിലാണ്ടി MLA ആയിട്ടുള്ള കാനത്തിൽ ജമീല. കാരണം ഗ്രാമപഞ്ചായത്തിൽ അംഗമായി തുടങ്ങുന്നു, പിന്നീട് പ്രസിഡന്റ് ആവുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്നു, പ്രസിഡന്റ് ആകുന്നു, ജില്ലാ പഞ്ചായത്ത് വരെ എത്തി. 2ാം തവണയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുന്ന സമയത്താണ് 2021 കൊയിലാണ്ടിയിൽ നിന്ന് അവിടെ T ദാസൻ മാറി ആര് എത്തണം, സ്ഥാനാർത്ഥിയെ എത്തണം എന്നുള്ള ചോദ്യത്തിന് CPM ഒരൊറ്റ പേരിലേക്ക് എത്തുന്നത് അത് കാനത്തിൽ ജമീലയായിരുന്നു. പിന്നീട് ഈ കൊയിലാണ്ടിയിൽ സജീവമായ ഒരു പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ചത്. പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ കോവിഡ് പ്രവർത്തനങ്ങളിൽ നിന്നായിരുന്നു തുടക്കം. ഈ കോവിഡിനെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിലൊക്കെ ഓരോ വീടുകൾ കയറി ഇറങ്ങിയ ഒരു MLA എങ്ങനെ പ്രവർത്തിക്കാമെന്നതിൻ്റെ ഉദാഹരണം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ കാനത്തിൽ ജമീല. എന്തായാലും വലിയ ഒരു വിഷമമാണ് CPM-ന്റെ നേതാക്കളടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത് കഴിഞ്ഞ കുറേയധികം മാസങ്ങൾക്ക് മുൻപ് കാനത്തിൽ ജമീലയുടെ അവസ്ഥ ഒരു ഗുരുതരമായി തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെ ആ സമയത്ത് ഇതിനെ പൂർണ്ണമായിട്ടും രോഗത്തെ പ്രതിരോധിച്ചുകൊണ്ട് പിന്നീട് പൊതുമണ്ഡലത്തിൽ സജീവമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൊയിലാണ്ടിയിലും കോഴിക്കോട്ട് നടക്കുന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലായാലും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളടക്കം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് വീണ്ടും അവസ്ഥ വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ദിവസം മുൻപാണ് മൈത്ര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ഈ 2 ദിവസമായിട്ട് ആശുപത്രിയിൽ തുടരുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി BP വീണ്ടും ലോ ആകുന്നു. അങ്ങനെയാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഓരോ സെക്രട്ടറി ഇപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇപ്പോഴും ICUവിൽ തുടരുകയാണ്. മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്പസമയത്തിനും തന്നെ അറിയിക്കാമെന്നും CPM-ന്റെ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും സജീവമായിരുന്നു. അതുകൊണ്ട് സ്വീകാര്യത കാനത്തിൽ ജമീല നേടിയെടുത്തിരുന്നു. അതുപോലെ തന്നെ കൊയിലാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങളടക്കം ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നതിനകത്ത് കൃത്യമായ പങ്ക് വഹിച്ച ഒരാളായിരുന്നു MLA നഷ്ടമായതിന്റെ ഒരു വിങ്ങലാണ് ഇപ്പോൾ നമ്മൾ കൊയിലാണ്ടി നിവാസികൾ. അഭിനന്ദ്, ഞാൻ അഭിനന്ദിലേക്ക് വരാം. PK ശ്രീമതി ടീച്ചർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ടീച്ചർ,
ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നില്ല. എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ട വളരെ ആഴത്തിലുള്ള ബന്ധം നിങ്ങൾക്കിടയിലുണ്ട്. നമുക്ക് ഒരുപക്ഷെ അപ്രതീക്ഷിതമാണ് ഈ മരണ വിവരം തന്നെ. ഗുരുതരാവസ്ഥയിലാണ് എന്നറിഞ്ഞിരുന്നു. പക്ഷേ നേരത്തെയും ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോവുകയും രോഗത്തെ വളരെ ബോൾഡായി നേരിട്ട് തിരികെ വരികയും പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ് കനത്തിൽ ജമീലയെ. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. എന്തൊക്കെ ഓർമ്മകളാണ് ഈ ഘട്ടത്തിൽ ശ്രീമതി ടീച്ചറിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? ഓർമ്മകളെക്കാളും ഏറ്റവും വലിയ ദുഃഖവും വലിയ വിഷമവും ഒരു വലിയ ഭാരം മനസ്സിൽ വന്ന് വിട്ടുപോയി. കാരണം ജമീല കഴിഞ്ഞ ഒരു 35 വർഷത്തിലേറെയായിട്ട് കോഴിക്കോട് ജില്ലയിലെ ഞങ്ങളുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തക എന്നുള്ള നിലയിൽ മഹിളാ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റായിട്ടും ഇപ്പോൾ സംസ്ഥാന ഭാരവാഹിയായിട്ടും അതിലേറെ ജനപ്രതിനിധി ഭരണാധികാരി എന്നുള്ള നിലയിൽ അവര് കുറേയേറെ വർഷക്കാലം നമ്മുടെ ജനങ്ങൾക്കിടയിൽ ജനസേവനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി. ഇത്രയേറെ തവണ ഭരണാധികാരിയായിട്ട് ഇരുന്നിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അവർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അതിനു മുൻപ് അവർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. വീണ്ടും ഏറ്റവും നല്ല ജനകീയ അഭിപ്രായം, ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ അവര് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടു. പക്വമായിട്ടുള്ള നല്ല വിനയത്തോടു കൂടിയിട്ടുള്ള തികഞ്ഞ ലാളിത്യത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റവും അതുപോലെ പക്വതയും എല്ലാം ആർജിച്ച ഒരു നല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ രംഗത്തായാലും മഹിളാ പ്രസ്ഥാനത്തിന്റെ രംഗത്തായാലും എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു ജമീല. കാലത്ത് ജമീല അതിനുശേഷമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് കൊയിലാണ്ടിയിൽ മത്സരിച്ച് അത്ര എളുപ്പത്തിൽ ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലമല്ല. പക്ഷേ ജമീല അവിടെ നിന്ന് ജയിച്ചു, MLA ആയി. അതിനിടയിൽ ഇങ്ങനെ ഒരു അസുഖം വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ഷോക്കായി പോയിരുന്നു. മാത്രല്ല രോഗം വന്നപ്പോൾ തന്നെ കുറച്ച് കഠിനമായിരുന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും സംസാരിക്കുമ്പോൾ എല്ലാം ഞാൻ വളരെ ഏറെ സമാധാനിപ്പിക്കുകയും പേടിക്കാനൊന്നുമില്ല, ഇന്നത്തെ കാലത്ത് എല്ലാ അസുഖത്തിനും മരുന്നുണ്ട്, ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എങ്കിലും അവർക്കും അറിയാമായിരുന്നു, ജമീലക്കും കുറച്ചൊക്കെ അറിയാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. അത് കഴിഞ്ഞ് അപ്പോളോയിൽ നിന്നെല്ലാം വന്ന് മൈത്രയിൽ കാണിച്ചുകൊണ്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പെട്ടെന്ന് ഇത് മൂർച്ഛിച്ചത്. കുറച്ച് തുടങ്ങുമ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ കുറച്ച് കാര്യമായിട്ട് തന്നെ വന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരുന്നത്. നമുക്ക് ഇതൊക്കെ അറിയാമായിരുന്നെങ്കിലും നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ രോഗത്തിന് ചികിത്സയിലൂടെ എന്തായാലും റിക്കവറി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോട് കാണുന്നത്. കാരണം അത്രയേറെ ജനകീയമായിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഒരു നല്ല നേതാവ്, നല്ലൊരു പൊതുപ്രവർത്തക, അതിലും വിശേഷിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഇത്രയേറെ ചെറിയ പ്രായത്തിൽ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഏറ്റവും നന്നായിട്ട് ജനങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറാൻ ജമീലക്ക് സാധിച്ചത് ജമീലയുടെ ആ വ്യക്തിത്വം തന്നെയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടം ആണ് ജമീലയുടെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് കൂടുതലൊന്നും എന്തായാലും ഞാൻ വല്ലാത്തൊരു മാനസിക വിഷമമായി പോയി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുന്നു ഞാൻ സ്വപ്നത്തിലും കരുതിയതല്ല. എന്തായാലും കുറെ കാലം അതിജീവിച്ച് അതിനോട് മുന്നോട്ട് പോകും എന്നായിരുന്നു നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. ജമീലെ നമ്മളെ വിട്ടുപോയി. ജമീലയുടെ വേർപാടിലുള്ള അതീവ കഠിനമായ ദുഃഖം അവരുടെ കുടുംബത്തോടൊപ്പം ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നാളെ രാവിലെ പരശുറാമിന് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് കോഴിക്കോടേക്ക് പോകേണ്ടതുണ്ട്. ശരി, PK ശ്രീമതി ടീച്ചറാണ് നമ്മളോട് പ്രതികരിച്ചത്. പതിറ്റാണ്ടുകൾ നീണ്ട ആത്മബന്ധം സൗഹൃദമൊക്കെയുള്ള ആളുകളാണ്, പൊതുപ്രവർത്തകരാണ്. അക്കാര്യമാണ് ടീച്ചർ സൂചിപ്പിക്കുകയും ചെയ്തത്. ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയുള്ളൂ മരണവിവരം അറിഞ്ഞിട്ട്. അവിടേക്ക് പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 59 വയസ്സ് മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങിയതാണ്. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിൽ
അതിനുശേഷം ചെളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് കനത്തിൽ ജമീലെ ഒരുപക്ഷെ കേരളം മുഴുവൻ അറിയപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പഞ്ചായത്തിന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരമൊക്കെ കിട്ടുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് കേരളം മുഴുവൻ അത്തരം ഒരു ജനകീയ ഇടപെടലുള്ള ഒരു നേതാവിനെ, ഒരു ജനപ്രതിനിധിയെ കേരളം ആകെ അറിയുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നീട് നിയമസഭയിലെത്തുന്നു. ആ ഘട്ടത്തിലും കടുത്ത മത്സരമാണ് നടന്നത് എങ്കിൽ പോലും അവിടെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഏതാണ്ട് 8400-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ രോഗം അതിനോട് ഏറ്റുമുട്ടി അതിനെ പരാജയപ്പെടുത്തി തിരികെ വന്ന ഒരു ചരിത്രവും ഉണ്ടായിരുന്നു കനത്തിൽ ജമീലയ്ക്ക്. പക്ഷേ ഇത്തവണയും അങ്ങനെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അങ്ങേയറ്റം സങ്കടകരമായ ആ വാർത്ത അല്പസമയം മുമ്പാണ് വന്നത്. കൊയിലാണ്ടി MLA കനത്തിൽ ജമീല അന്തരിച്ചു. 59 വയസ്സായിരുന്നു. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അല്പസമയം മുമ്പാണ് മരണം സംഭവിച്ചത്. ഒരിക്കൽ കൂടി ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ദീപക്, ആശുപത്രിയിലേക്ക് നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. സംസ്കാരം എപ്പോഴായിരിക്കും, പൊതുദർശനം, അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? CPM ജില്ലാ സെക്രട്ടറിയുടെ ഒക്കെ പ്രതികരണം വന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? ദീപക്കിലേക്ക് വരുന്നതിന് മുമ്പ് YS അഭിനന്ദ് ആശുപത്രിയിൽ നിന്ന്, മൈത്ര ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ആരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്? എന്താണ് ആശുപത്രിയിൽ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, KM സച്ചിൻദേവ് MLA, ഒപ്പം തന്നെ CPM മുൻ ജില്ലാ സെക്രട്ടറിയും കേരള ബാങ്കിന്റെ പ്രസിഡന്റുമായിട്ടുള്ള P മോഹൻ അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴായിരിക്കണം സംസ്കാരം, പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി കൃത്യമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും വ്യക്തത വരിക. ഇപ്പോൾ എന്തായാലും മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തി. അവരാരും ഇത്തരത്തിലേക്കൊരു മരിക്കുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിരുന്ന പ്രതികരണമാണ് മുൻ MLA ആയിട്ടുള്ള CPM നേതാവ് KK ലതിക അടക്കം 24നോട് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ആ കാര്യത്തിലടക്കമുള്ള കൃത്യമായിട്ടുള്ള ഒരു ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അറിയിക്കാം എന്നാണ് ഇപ്പോൾ നിലവിൽ CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. 2 ദിവസമായിട്ട് മൈത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു കാനത്തിൽ ജമീല. കൊയിലാണ്ടിയുടെ നിലവിൽ MLA ആണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ കൃത്യമായി തന്നെ ആ എല്ലാ കടമ്പകളും കടന്നിട്ടാണ് MLA ആയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഈ ആശുപത്രിയിൽ വരുന്നുണ്ട്. കൊയിലാണ്ടി നിവാസികളൊക്കെ തന്നെ ഞെട്ടലാണ്. തങ്ങളുടെ MLA നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയൊക്കെ തരണം ചെയ്ത് തിരികെ എത്തും എന്ന് അവർ വിശ്വസിച്ചു. ഇപ്പോൾ MK രാഘവൻ MP ആണ് ഇപ്പോൾ മരണവിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ആശുപത്രി എത്തിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ മുകളിലേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനും തന്നെ ഈ CPM ജില്ലാ നേതൃത്വം ഒരു അടിയന്തര പ്രാഥമികമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇപ്പോൾ സംസ്കാരം, പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. CPM വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് കാനത്തിൽ ജമീല. സ്വാഭാവികമായിട്ടും അതൊരു വലിയ നഷ്ടമാണെന്ന് തന്നെയാണ് നേതാക്കളടക്കം വ്യക്തമാക്കുന്നത്. അവർക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ കൃത്യമായി അവർ പ്രവർത്തിച്ചിരുന്നു. CPM വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. നമുക്കറിയാം ഈ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ സജീവമായി തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഓരോ നിയമസഭാ പ്രസംഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അറിയാം അവർ മുസ്ലിം സ്ത്രീയാണെന്നൊക്കെ. കുടുംബത്തിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നു. മുസ്ലിം സ്ത്രീയാണ്, ഇങ്ങനെ ഒരു CPM ഭാഗമായി നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ പലതരത്തിലുണ്ടായി. പക്ഷേ അതിനെയൊക്കെ താൻ പ്രതിരോധിച്ച രീതിയൊക്കെ കാനത്തിൽ ജമീല പല അഭിമുഖങ്ങളിലൂടെയും പറഞ്ഞു, നിയമസഭയ്ക്കകത്തും പറഞ്ഞു. പിന്നീട് ഓരോ ഘട്ടത്തിലും ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനാണ് താൻ പൂർണ്ണമായിട്ട് നിന്നിട്ടുള്ളത്. കുടുംബത്തിനെ പോലും താൻ ചില സമയങ്ങളിലൊക്കെ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജനങ്ങൾ ഈ പൂർണ്ണമായിട്ടും പൊതുപ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ച് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു MLA ആയി തനിക്ക് മാറണം എന്നൊക്കെയാണ് കൊയിലാണ്ടി MLA ആയതിനു ശേഷമുള്ള പ്രതികരണത്തിൽ നമുക്ക് പിന്നീട് നിയമസഭയ്ക്കകത്ത് അവർ നടത്തിയ ഓരോ പ്രസംഗങ്ങളിലൂടെയും വ്യക്തമായിരുന്നു എത്രമാത്രം സ്ത്രീപക്ഷമായ നിലപാടാണ് കൊയിലാണ്ടി MLA സ്വീകരിച്ചത്. പിന്നീട് ഈ MLA ആയി വരുന്ന ഘട്ടത്തിൽ പോലും ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആശുപത്രി എത്തിക്കുകയാണ്. നേരത്തെ തന്നെ MV ഗോവിന്ദന് ചില പരിപാടികൾ നാളെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു.
അതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ തുടരുകയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി. ഇപ്പോൾ MV ഗോവിന്ദൻ അടക്കം ഉള്ള നേതാക്കൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഒരു വലിയ നഷ്ടമാണ് കോഴിക്കോട്ടെ CPM-നെ സംബന്ധിച്ചിടത്തോളം. MLA എന്ന നിലയിൽ അഭിനന്ദ് തുടരുക. ദീപക് ധർമ്മടം കൂടി ആശുപത്രിയിൽ ചേരുന്നുണ്ട്. ദീപക്, 8472 വോട്ടിനാണ് അവിടെ എൽ സുബ്രഹ്മണ്യനെ പരാജയപ്പെടുത്തിയത് കൊയിലാണ്ടിയിൽ. അങ്ങനെ കൊയിലാണ്ടി ഒരു കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ താരതമ്യേന പുതുമുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ജനകീയായിരുന്നു, കേരളം മുഴുവൻ അറിയപ്പെടുന്നതാണ്. പക്ഷേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അത് മാത്രം കൊണ്ടൊന്നും ജയിച്ചു വരാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഒരു മണ്ഡലത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ആളുകളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു. അത് കാനത്തിൽ ജമീലയുടെ പ്രവർത്തന രീതി കൊണ്ട് അവർ ആർജിച്ച ഒരു പ്രത്യേകതയാണ്, ഒരു കഴിവാണ്. അത് അത്തരമൊരു ജനകീയ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. അത് താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഭാഗമായി ലഭിച്ച ഒരു ജനപിന്തുണ കൂടിയാണ്. ജനകീയായ ഒരു MLA, കൊയിലാണ്ടിയുടെ ജനകീയായ MLA എന്നെല്ലാ തരത്തിലും നമുക്ക് കാനത്തിൽ ജമീലെ വിശേഷിപ്പിക്കാമല്ലോ, അല്ലേ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ മേത്ര ആശുപത്രിയിൽ ആദ്യം എത്തിയ നേതാക്കളിൽ ഒരാൾ N സുബ്രഹ്മണ്യനാണ്. അതായത് കാനത്തിൽ ജമീലയോട് പോരാടി 8000-ലേറെ വോട്ടിന് തോറ്റ കോൺഗ്രസ് നേതാവാണ് എത്തിയത്. ഇതാണ് കാനത്തിൽ ജമീലയുടെ സൗഹൃദങ്ങൾ. അവർ എതിരാളികളോട്, അതുപോലെ രാഷ്ട്രീയ പ്രതിയോഗികളോട് എല്ലാം തന്നെ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേതാക്കൾ കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹത്തിന് നാളെ കോഴിക്കോട് ജില്ലയിലാണ് പരിപാടി. അദ്ദേഹം ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കി ജില്ലയിലെ പ്രധാന നേതാക്കൾ എല്ലാവരും, M മെഹബൂബ്, P മോഹനൻ മാസ്റ്റർ, KK ലതികയും കാനത്തിൽ ജമീലയും തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം, അവർ തമ്മിലുള്ള മാനസിക ഐക്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് അവർ വികാരപരമായി നമ്മളോട് സംസാരിച്ചത്. മാത്രവുമല്ല, കാനത്തിൽ ജമീലയെ ഒരു വേളയെങ്കിലും പരിചയപ്പെട്ടവർ പിന്നീട് അവരെ മറക്കില്ല, ആ സൗഹൃദം സൂക്ഷിക്കും. അതൊരു തീവണ്ടി യാത്രയിൽ പരിചയപ്പെടുന്നതാണ്, ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്നതാണെങ്കിൽ പോലും അത്രമേൽ അവർ ഹൃദയത്തോടടുത്തു സംസാരിക്കുന്നു, അവർ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മേത്ര ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയിലുണ്ടായ സമയത്ത് അവരെ പരിചരിച്ച ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും എല്ലാം ആ രീതിയിലുള്ള ഒരു സൗഹൃദം അവരും അവരുടെ കുടുംബവും ഉണ്ടായി എന്നുള്ളതാണ് നമ്മളോട് പങ്കുവെച്ചത്. പക്ഷേ അതിജീവിച്ചവർ വരും എന്നുള്ളതായിരുന്നു. അർബുദത്തോട് പോരാടി അവർ അതിജീവിച്ച് വരുമെന്നായിരുന്നു അവരും പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ഞാനുമായി സംസാരിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ കേട്ടത്. ആ അതിജീവനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അത് കഴിഞ്ഞ് പൊടുന്നനെയാണ് പിന്നീട് അവർ താഴോട്ടേക്ക് പോയത്. പക്ഷേ എന്നാൽ BP വളരെ താഴോട്ട് പോവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ 2 ദിവസം. പക്ഷേ എന്നാൽ ഇന്ന് ഇപ്പോൾ 8:45 ഈ സംഭവം. പക്ഷേ അതിനും ഒരു മണിക്കൂർ മുൻപ് നമ്മൾ അവരുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴും ആശുപത്രി അധികൃതർ പ്രവീണിനോട് സംസാരിക്കുമ്പോഴും ആശുപത്രി GM പ്രവീണിനോട് സംസാരിക്കുമ്പോഴും ഒക്കെ പറയുന്നത് BP പതുക്കെ മെച്ചപ്പെട്ടു വരുന്നു, അവർ മെച്ചപ്പെട്ടു വരും. ആ തിരിച്ചു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ജീവിതത്തിലേക്ക് അവർ തിരികെ വരും എന്നത്. നോക്കൂ, തലക്കളത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അങ്ങനെ പടിപടിയായി വളർന്ന നിയമസഭാംഗമായ ഒരു ജനപ്രതിനിധിയാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അപ്രതീക്ഷിതമാണ് പലരെ സംബന്ധിച്ചും ആ വാർത്ത. നേരത്തെ നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ അവിശ്വസനീയമാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വിയോഗം ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. ഈ സങ്കട വാർത്തയുടെ പ്രൈം ടൈം അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.